സൂപ്പർ അമ്മയാണോ ഇത്? ആണോ? ആരാണ് ആദ്യം പറഞ്ഞ എന്റെ അമ്മ സൂപ്പർ ആണെന്ന്? അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ സൂപ്പർ തന്നെയാ. അതെ അല്ലേ? അമ്മയുടെ എന്താണ് അമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ള ക്വാളിറ്റി? അമ്മയ്ക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതെ അല്ലേ? അങ്ങനെ എന്താണ് അമ്മ പുതിയതായിട്ട് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്മ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക പറഞ്ഞാൽ ഈ ജോലികൾ പെട്ടെന്ന് അമ്മ പിക്ക് ചെയ്യും. ഞങ്ങൾ പറയുന്ന കുറെ കാര്യങ്ങൾ അമ്മ പിക്ക് ചെയ്തെടുക്കും. അതേപോലെ ടീച്ചറായിരുന്നു, ഇപ്പൊ മക്കൾക്ക് വേണ്ടിട്ട് റിസൈൻ ചെയ്തു, ഇപ്പൊ ഹോം മേക്കർ ആണ്. ഫ്ലൈറ്റിൽ കയറണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. അതും ദുബായിൽ പോണം, ഫ്ലൈറ്റിൽ കയറി ദുബായ് ഫുൾ കറങ്ങണം അല്ലേ? അതൊക്കെ കുറെയൊക്കെ കറങ്ങണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഫ്ലൈറ്റിൽ എന്താണ് കയറ്റാത്തത്? അതിലൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പറക്കാൻ പോവല്ലേ അല്ലേ? വേറൊരു സംഭവം, പെണ്ണുകാണൽ ചടങ്ങ് എന്തായിരുന്നു സംഭവം? പെണ്ണ് കാണാൻ വന്നപ്പം സാറിന്റെ പേരെന്താണ്? നിജോയിനെ പെണ്ണ് കാണാൻ വന്നപ്പോ ആദ്യം തന്നെ ഇങ്ങനെ ഒരാളെയാണോ എക്സ്പെക്ട് ചെയ്തിരുന്നത്? അല്ല, ഒരു ഫണ്ണി മൊമെന്റ് ഉണ്ടല്ലോ. അതായത് എനിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റില് നല്ല കട്ടി മീശയുള്ള, കളറൊന്നും വേണമെന്നില്ല, കട്ടി മീശയുള്ള ഒരാൾ വേണം. എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാ മീശ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ വീട്ടിലൊക്കെ എപ്പോഴും പറയായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ആളുടെ ബ്രദറാണ് ഫസ്റ്റ് എന്നെ കാണാൻ വന്നത്. ചേട്ടൻ വന്നപ്പോഴും ചേട്ടൻ നല്ല അത്യാവശ്യം ജെന്റിൽമാനാണ്, മീശയൊക്കെ ഉണ്ട്. നമ്മൾ ആ ഒരു കൺസെപ്റ്റിലാണ് അനിയനും അങ്ങനെ ആയിരിക്കുമല്ലോ എന്നൊരു ഇമാജിനേഷനിലായിരിക്കണം. ഇപ്പൊ ഏകദേശം 14 years ആയി. അപ്പൊ അന്ന് നമ്മൾ ഫോട്ടോയൊന്നും കാണുന്നില്ല. അപ്പൊ പയ്യൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ പയ്യനും ഇവര് ഫാമിലി ആയിട്ടാണ് വന്നത്. ചേട്ടൻ വന്ന് കണ്ടുപോയി കഴിഞ്ഞ് ഇവര് പിന്നെ ഫാമിലി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വന്ന സമയം ഞാൻ കിച്ചണിൽ ചായയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ എൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വീട്ടിലെല്ലാവർക്കും അറിയാം. അപ്പോൾ പപ്പ എന്നോട് ഓടി വന്നിട്ട് അടുക്കള കയറി വന്നിട്ട് പറയാം, ഡീ ആദ്യം തന്നെ നിന്റെ പണി പാളി. എന്നുവെച്ചാൽ നിന്റെ ഫസ്റ്റ് വലിയ സംഭവമായിട്ട് പറയുന്ന മീശ വൈനില്ല കേട്ടോ പറഞ്ഞു. അതോടുകൂടി ഞാൻ ഫ്ലാറ്റായി. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു സമയം വന്നപ്പോൾ ഞാൻ പിന്നെ ആളുടെ മീശയാണെന്നല്ല നോക്കിയത്, ആളുടെ സംസാരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇമ്പ്രസീവായി, ഭയങ്കര പോസിറ്റീവാണ് ആള്. അത് അന്ന് മാത്രമല്ല, എൻ്റെ ലൈഫ് ലോങ് എല്ലാം എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് എൻ്റെ ലൈഫിൽ വേറെ ആരും സപ്പോർട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ഒത്തിരി ഇപ്പോഴും സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഉണ്ണിയേട്ടനാണ്. അത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ആക്ച്വലി ഒരു പള്ളിയിലച്ഛനാവാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെയൊക്കെ പഠിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം തീരുമാനിച്ചു, ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് എനിക്ക് നോ എന്ന് പറയാൻ വയ്യ. അതുകൊണ്ട് ഒരു പെൺകുട്ടിയെ കാണൂ, ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കും. പക്ഷെ അതിനു മുമ്പ് ആർക്ക് വേണമെങ്കിലും ആ പെൺകുട്ടിയെ എൻ്റെ ഫാമിലി പോയി കാണാം. അതുകൊണ്ടാണ് എൻ്റെ ജ്യേഷ്ഠൻ പോയിട്ട് ആദ്യം ടീൻസിനെ കാണുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലേ എനിക്ക് മീശ വേണമെന്നുള്ളത്? പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പുള്ളിയുടെ സ്റ്റൈൽ ഇങ്ങനെയാണ്. ഇപ്പൊ ആളെങ്ങനെയാണോ അങ്ങനെ മതി അല്ലേ? എൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ, ഞാൻ 10ാം ക്ലാസ് വരെ എൻ്റെ വീട്ടിൽ കറണ്ട് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ 10th എക്സാം എഴുതുമ്പോൾ മണ്ണെണ്ണകൾ കത്തിച്ചാണ് ഞാൻ എക്സാം എഴുതിയിട്ടുള്ളത്. എൻ്റെ കല്യാണം വരെ എൻ്റെ വീട്ടിൽ TV ഇല്ല. കല്യാണം കഴിഞ്ഞ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വീട്ടിൽ നമ്മളൊരു സ്വർഗത്ത് ചെല്ലുന്ന പറയാം, ഇലക്ട്രിസിറ്റി ഒക്കെ ഉള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാമിലി. ആ ഒരു ഇതിൽ നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവമാണ്. ഇന്ന് കാണുന്ന ഞാൻ ജീവിക്കുന്ന ലെവലേ അല്ല. ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും നല്ല ലെവലിൽ ജീവിക്കാം. നമ്മൾ കാണുമ്പോൾ അത്ര ഇല്ലെങ്കിലും എനിക്കതാണ്, ഞാൻ അത്രയും നല്ല ലെവലാണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പിന്നെ എനിക്ക് ഡ്രസ്സുകളോട് ഭയങ്കര ക്രൈസായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ മാറി ഡ്രസ്സ് കിട്ടി നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒക്കേഷണലി ഒക്കെ മറ്റുള്ളവരൊക്കെ പാരൻസ് ഡ്രസ്സ് എടുത്ത് കൊടുക്കുമ്പോൾ എൻ്റെ പപ്പയുടെ അവസ്ഥ എനിക്കറിയാം. കൂലിപ്പണിയാണ് എൻ്റെ അച്ഛന്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് നമ്മൾ ആഗ്രഹം ചോദിക്കുമെങ്കിലും ചില സമയത്തും പറ്റാറില്ല. അതൊക്കെ എനിക്ക് മാറ്റി തന്നത് സത്യം പറഞ്ഞാൽ, ഞാൻ ഇന്ന് എനിക്ക് എൻ്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഡ്രസ്സുള്ള എനിക്കായിരിക്കും ഇപ്പോൾ. ചിലപ്പോൾ എൻ്റെ മക്കൾക്ക് പോലും എൻ്റെ ഹസ്ബൻഡ് അത്രയും വാങ്ങിക്കൊടുക്കണമെന്ന് എനിക്ക് ഡൗട്ടാണ്. അതിനേക്കാൾ കൂടുതൽ ഞാൻ പറയില്ലേ, ഇതിപ്പോൾ എൻ്റെ അമ്മ സൂപ്പറാന്നുള്ള ഷോ ആണെങ്കിലും എൻ്റെ വീട്ടിലെ സൂപ്പർ സ്റ്റാർ എൻ്റെ ഹസ്ബൻഡാണ്. അതായത് ഞങ്ങളുടെ വീട്ടിൽ 3 പെൺമക്കൾ എന്നുള്ളൊരു രീതിയിലാണ്. അതിലെ മൂത്ത മകളാണ്. എനിക്ക് അതിൻ്റെ ഒരു പ്രയോറിറ്റി ഭയങ്കരമായി തരുന്നുണ്ട് ഞാൻ വന്ന കാലം മുതൽ.